ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പയ്യന്നൂർ സൈഡ് തട്ടുകടയിൽ നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടത്തോടെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന അപ്പവും മുട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ വൈകുന്നേരങ്ങളിൽ ചായയുടെ സമയത്താണ് നമ്മൾ തട്ടുകടയിൽ പോയിട്ട് നല്ല ചൂടോടുകൂടി വാങ്ങിക്കുന്നത്. ശരിക്കും വളരെ ടേസ്റ്റിയാണ്. ഇത് കഴിച്ചവർക്കറിയാം, ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അതേ രുചിയോടുകൂടി തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള മുട്ടയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് നമ്മൾ 1/2 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കും. അപ്പോൾ മുട്ടയപ്പം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1/2 കപ്പോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു മുട്ട ഒന്ന് ഇതിനകത്തോട്ടേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഒന്നങ്ങ് അരക്കുന്ന സമയത്ത് ബാറ്റർ നല്ല ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അതായത് ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒത്തിരി ലൂസാകാനും പാടില്ല, ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല. അപ്പോൾ വെള്ളം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാകം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. എപ്പോഴും മാവ് ഒത്തിരി ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒരു തവി മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ പൊങ്ങി വരും. അപ്പോഴൊന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് റെഡിയാവും, പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി ബാറ്റർ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവൻ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഈ ചുട്ടെടുക്കുന്നത് അപ്പോൾ തന്നെ ഒന്നുകിൽ ടിഷ്യൂ പേപ്പറിനകത്തോ കോട്ടൻ്റെ തുണിക്കകത്തോട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികമുള്ള ആ എണ്ണയാണെങ്കിൽ അങ്ങ് വാർന്ന് പോയിക്കോളും. അപ്പോൾ ഞാൻ മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പൊട്ടിച്ചിടാം, അതല്ലെങ്കിൽ കത്തി വെച്ച് മുറിച്ചിടാം. സാധാരണ കൈ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ മുട്ട ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുട്ടയുടെ അളവ് ശരിക്കും നമുക്ക് 5ഉം 6ഉം ഒക്കെ ഉപയോഗിക്കാം. മുട്ട ചേർക്കുന്ന അത്ര ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് നമ്മളൊരു മസാലപ്പൊടിയോ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 4 മുട്ട എടുക്കുക, അതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മസാല ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാകുക. ഇതിനകത്തോട്ട് കുറച്ച് കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒരു 5-6 എണ്ണൊക്കെ ഉപയോഗിക്കാം. പച്ചമുളകാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ എരിവൊക്കെ ഈ പച്ചമുളകിലാണ്. അതുപോലെ തന്നെ സവാള ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിന് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ഒന്നല്ല. ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒത്തിരി ബ്രൗൺ കളറാകുന്നവരെ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വഴണ്ടി നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്ന രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒരിക്കലും പൊടികളുടെ അളവ് കൂടുതൽ ഉപയോഗിക്കരുത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെ അളവ് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു മോശം ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ തക്കാളിയുടെ വളരെ കുറച്ച് ഭാഗം, ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളത് ആണ്. അപ്പോൾ പൊടികൾ അധികം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസാലയുടെ ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ ആ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം സാധാരണ നമ്മൾ മുട്ട ചിക്കിയതൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണൊക്കെ ഡ്രൈ ആകുന്നത് വരെ ഒരിക്കലും ചെയ്തെടുക്കരുത്. മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന അപ്പം ചേർത്ത് കൊടുക്കണം. നമ്മൾ മുട്ട ഡ്രൈ ആയതിനു ശേഷമാണ് അപ്പം ചേർക്കുന്നതെങ്കിൽ ഈ ഒരു ഡിഷ് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ മുഴുവൻ അപ്പവും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി
ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യാം. പക്ഷേ നമ്മൾ തട്ടുകടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വാഴയില ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് വാഴയില വാട്ടിയിട്ട് അതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഈ അപ്പം മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വാഴയില വെച്ചിട്ട് തന്നെ പാത്രം കവർ ചെയ്തിട്ട് പിന്നെ കുറേ സമയം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതായത് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കുള്ളൂ. അതായത് നമ്മൾ വൈകുന്നേരം കഴിക്കാനാണ് ആക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെയും ഉണ്ടാക്കി വെക്കും. അപ്പോഴാണെങ്കിൽ ആ വാഴയിലയുടെയൊക്കെ ഒരു മണം വന്നിട്ട് ശരിക്കും നമുക്ക് ആ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഒട്ടും തന്നെ ആ ഒരു ടേസ്റ്റ് കുറയാതെ അതുപോലെ തന്നെ അങ്ങ് കഴിക്കാൻ കഴിയും. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞതുപോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സവാള അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതങ്ങ് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വാഴയിലയിൽ പൊതിഞ്ഞിട്ട് വാഴയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് ഒന്നുകൂടി നല്ല ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇല്ലയെന്നാണെങ്കിൽ ചുമ്മാ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതങ്ങ് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ തട്ടുകടയിൽ നിന്നാണെങ്കിൽ സാധാരണ നമ്മൾ ഈ വാഴയില പൊതിഞ്ഞത് കിട്ടുന്ന സമയത്ത് അവർ നമുക്ക് ഗ്രേവി കൂടി ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു തരും. ഒന്നുകിൽ ചിക്കൻ കറിയുടെയോ അല്ലെങ്കിൽ ബീഫ് കറിയുടെയൊക്കെ ഗ്രേവി ഇതിനകത്തോട്ടേക്ക് സാലിനെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ പറയുകയും ചെയ്യാം ചിക്കൻ മസാലയുടെയോ അല്ലെങ്കിൽ ബീഫിൻ്റെയൊക്കെ ഗ്രേവി വേണമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂടുതൽ ഉപയോഗിക്കുക, പൊടികൾ മാക്സിമം കുറയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.